സ്വാമിയെ ശരണമയ്യപ്പ. ഈ ഒരൊറ്റ മന്ത്രം മതി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ഭക്തിയുടെ വലിയൊരു തിരയിളക്കമുണ്ടാകാൻ. വൃശ്ചികമഞ്ഞ് പെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ കേരളം ഒരുങ്ങിത്തുടങ്ങും. കറുപ്പും നീലയും അണിഞ്ഞ് കഴുത്തിൽ തുളസിമാലയിട്ട് ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു തപസ്യ പോലെ ജീവിക്കുന്ന അയ്യപ്പന്മാരുടെ കാലം. കല്ലും മുള്ളും നിറഞ്ഞ കാനനപാതകൾ താണ്ടി വ്രതശുദ്ധിയോടെ അവർ ഒഴുകുന്നത് സഹ്യപർവ്വത നിരകൾക്കിടയിലുള്ള ആ പുണ്യസങ്കേതത്തിലേക്കാണ്. ജാതിയോ മതമോ പണക്കാരനോ പാവപ്പെട്ടവനോ എന്ന വേർതിരിവുകളില്ലാത്ത എല്ലാവരും സ്വാമിയായി മാറുന്ന ലോകത്തിലെ ഒരേ ഒരു ഇടം ശബരിമല. എന്താണ് ഈ ക്ഷേത്രത്തിന് ഇത്രയധികം ശക്തി? ആരാണ് അയ്യപ്പൻ? പന്തള രാജകുമാരനായിരുന്ന മണികണ്ഠൻ എങ്ങനെയാണ് കലിയുഗവരദനായ ധർമ്മശാസ്താവായി മാറിയത്? ആ 18 പടികൾക്ക് പിന്നിലെ രഹസ്യമെന്താണ്? ഇന്നത്തെ ഈ യാത്ര ശബരിമലയുടെ ചരിത്രത്തിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയുമാണ്. ശബരിമലയുടെ ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ പന്തളം രാജകൊട്ടാരത്തിൽ നിന്നാണ്. പന്തളം ഭരിച്ചിരുന്ന രാജശേഖര രാജാവ് നീതിമാനും ധർമ്മിഷ്ഠനും പ്രജാസ്നേഹിതനുമായിരുന്നു. രാജ്യത്ത് എല്ലാവർക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. എങ്കിലും രാജാവിൻ്റെ മനസ്സിൽ തീരാത്ത ഒരു ദുഃഖമുണ്ടായിരുന്നു. തനിക്കൊരു അനന്തരാവകാശിയില്ലല്ലോ, വംശം അറ്റുപോവുകയാണല്ലോ എന്ന സങ്കടം. രാജ്ഞിയും ഇതേ ദുഃഖത്തിൽ ഉഴലുകയായിരുന്നു. ഇതേ സമയം തന്നെയായിരുന്നു മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷി ദേവലോകത്തും ഭൂമിയിലും വലിയ നാശങ്ങൾ വിധിച്ചിരുന്നത്. പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ശക്തി ഒന്നിച്ചു ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു സന്തതിക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരത്തിൻ്റെ ബലത്തിലായിരുന്നു മഹിഷിയുടെ അഹങ്കാരം. അങ്ങനെ ധർമ്മം സംരക്ഷിക്കാൻ ത്രിമൂർത്തികൾ തീരുമാനിച്ചു. പരമശിവൻ്റെയും മോഹിനി രൂപം പൂണ്ട മഹാവിഷ്ണുവിൻ്റെയും തേജസ്സിൽ നിന്ന് ഒരു ശിശു ജനിച്ചു. ആ ദിവ്യ ശിശുവിനെ അവർ പമ്പാ തീരത്തുപേക്ഷിച്ചു. നായാട്ടിനായി കാട്ടിലെത്തിയ പന്തളം രാജാവ് നദീതീരത്ത് നിന്ന് കരച്ചിൽ കേട്ട് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് സൂര്യതേജസ്സുള്ള മുഖത്ത് വല്ലാത്തൊരു ഐശ്വര്യമുള്ള ആൺകുഞ്ഞിനെയാണ്. ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ സ്വർണ്ണമണി കൊണ്ടുള്ള ഒരു മാലയുണ്ടായിരുന്നു. അത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. കുട്ടികളില്ലാത്ത തനിക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയ നിധിയായി അദ്ദേഹം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. കഴുത്തിൽ മണിയുള്ളതുകൊണ്ട് രാജാവ് അവന് മണികണ്ഠൻ എന്ന് പേരിട്ടു. കൊട്ടാരത്തിൽ മണികണ്ഠൻ വളർന്നു. ആയോധന കലകളിലും വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും എല്ലാം അവൻ മറ്റുള്ളവരെക്കാൾ മുന്നിലായിരുന്നു. ഗുരുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മണികണ്ഠൻ്റെ അറിവ്. ഇതിനിടയിൽ പന്തളം രാജ്ഞിക്ക് സ്വന്തമായി ഒരു ആൺകുഞ്ഞ് ജനിച്ചു. രാജാവിന് സന്തോഷം ഇരട്ടിയായി. എന്നാൽ കൊട്ടാരത്തിലെ മന്ത്രിക്ക് മണികണ്ഠനോട് അസൂയയായിരുന്നു. കാട്ടിൽ നിന്ന് കിട്ടിയ കുട്ടി നാളെ ഈ രാജ്യത്തെ രാജാവാകുന്നത് മന്ത്രിക്ക് സഹിക്കാനായില്ല. രാജ്ഞിയുടെ സ്വന്തം മകൻ രാജാവാകണമെന്ന ആഗ്രഹത്തിൽ മന്ത്രി രാജ്ഞിയെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ മന്ത്രിയുടെ ഉപദേശപ്രകാരം രാജ്ഞി കടുത്ത വയറുവേദന അഭിനയിച്ചു. കൊട്ടാര വൈദ്യനെ കൊണ്ട് ഇതിന് മരുന്ന് പുലിപ്പാലാണെന്ന് വിധിക്കുകയും ചെയ്തു. കാട്ടിലെ ക്രൂരമൃഗമായ പുലിയുടെ പാൽ ആര് കൊണ്ടുവരും? എല്ലാവരും ഭയന്നു. ഈ അവസരത്തിൽ തൻ്റെ മാതാവിൻ്റെ വേദന മാറ്റാൻ ഞാൻ കാട്ടിൽ പോയി പുലിപ്പാൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 12 വയസ്സുള്ള മണികണ്ഠൻ മുന്നോട്ട് വന്നു. രാജാവ് വിലക്കിയെങ്കിലും മണികണ്ഠൻ കേട്ടില്ല. ഇരുമുടിക്കെട്ടും തലയിലേറ്റി കയ്യിൽ അമ്പും വില്ലുമായി ആ ബാലൻ കാട്ടിലേക്ക് നടന്നു. യഥാർത്ഥത്തിൽ അത് പുലിപ്പാലിന് വേണ്ടിയുള്ള യാത്രയായിരുന്നില്ല, മറിച്ച് തൻ്റെ അവതാര ലക്ഷ്യമായ മഹിഷി നിഗ്രഹത്തിനായുള്ള യാത്രയായിരുന്നു. കാട്ടിൽ വെച്ച് മണികണ്ഠൻ മഹിഷിയുമായി ഏറ്റുമുട്ടി. എരുമേലിയിൽ വെച്ച് നടന്ന യുദ്ധം പിന്നീട് അഴുത നദിക്കരയിലേക്ക് നീണ്ടു. ഒടുവിൽ മഹിഷിയെ വധിച്ച് അവളുടെ ദേഹത്ത് മണികണ്ഠൻ നൃത്തം ചെയ്തു. മഹിഷിയുടെ ഭൗതിക ശരീരം വീണ സ്ഥലമാണ് ഇന്നത്തെ കല്ലിടാംകുന്ന് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ദേവന്മാരുടെ അനുഗ്രഹത്തോടെ മണികണ്ഠൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ആ വരവ് കണ്ട് പന്തളം രാജ്യം ഞെട്ടിവിറച്ചു. ഒരു പെൺപുലിയുടെ പുറത്ത് കയറി പുലിക്കുട്ടികളുമായിട്ടാണ് മണികണ്ഠൻ വരുന്നത്. ഇത് കണ്ട രാജാവിന് കാര്യം മനസ്സിലായി. തൻ്റെ മകൻ സാധാരണക്കാരനല്ല,
സാക്ഷാൽ ദൈവമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. രാജ്ഞിയും മന്ത്രിയും മാപ്പപേക്ഷിച്ചു. രാജ്യം ഭരിക്കാൻ രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും മണികണ്ഠൻ അത് നിരസിച്ചു. എനിക്ക് വസിക്കാൻ ഒരിടം നിർമ്മിച്ച് നൽകിയാൽ മതി, ഞാൻ തപസ് ചെയ്യാൻ പോവുകയാണ് എന്ന് മണികണ്ഠൻ പറഞ്ഞു. അങ്ങനെ തൻ്റെ കയ്യിലിരുന്ന അമ്പ് മണികണ്ഠൻ എയ്തുവിട്ടു. ആ അമ്പ് ചെന്ന് തറച്ചത് ശബരിമല എന്ന കുന്നിന് മുകളിലാണ്. അവിടെ അഗസ്ത്യമുനി പൂജിച്ചിരുന്ന സാളഗ്രാമത്തിൽ മണികണ്ഠൻ ലയിച്ചു ചേർന്നു എന്നാണ് വിശ്വാസം. പിന്നീട് പരശുരാമനാണ് അവിടെ ക്ഷേത്രം നിർമ്മിച്ചതെന്നും 18 പടികൾ സ്ഥാപിച്ചതെന്നും പറയപ്പെടുന്നു. ശബരിമല ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ 18-ാം പടിയാണ്. വെറും കരിങ്കല്ലിൽ തീർത്ത പടികളല്ലാതെ മനുഷ്യജീവിതത്തിലെ വലിയൊരു തത്വചിന്തയാണ് ആ പടികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇരുമുടിക്കെട്ടില്ലാതെ ആർക്കും ആ പടികൾ ചവിട്ടാൻ അവകാശമില്ല. മനുഷ്യൻ കടന്നു വരേണ്ട 18 ഘടകങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 5 പടികൾ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. അടുത്ത 8 പടികൾ അഷ്ടരാഗങ്ങളെ സൂചിപ്പിക്കുന്നു: കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, അസൂയ. അടുത്ത 3 പടികൾ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നു: സത്വം, രജസ്, തമസ്. അവസാനത്തെ 2 പടികൾ വിദ്യ, അവിദ്യ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഈ 18 കാര്യങ്ങളെയും ജയിച്ച്, അതായത് മനസ്സിനെ നിയന്ത്രിച്ച് മുകളിലെത്തുന്നവനാണ് സത്യത്തിൽ ഭഗവാനെ കാണാൻ അർഹനാകുന്നത്. മറ്റൊരു വലിയ പ്രത്യേകത ശബരിമലയുടെ മതേതരത്വമാണ്. അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന വാവാരുസ്വാമിക്ക് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ സ്ഥാനമുണ്ട്. ഇസ്ലാം മതവിശ്വാസിയായ വാവരുസ്വാമിയെ വണങ്ങിയ ശേഷം മാത്രമേ അയ്യപ്പ ദർശനം പൂർത്തിയാകൂ എന്നത് ലോകത്തിന് മുന്നിൽ കേരളം വയ്ക്കുന്ന വലിയൊരു മാതൃകയാണ്. തത്വമസി അഥവാ അത് നീ തന്നെയാണ് എന്ന മഹാവാക്യമാണ് ക്ഷേത്രത്തിന് മുന്നിൽ എഴുതി വച്ചിരിക്കുന്നത്. ദൈവവും ഭക്തനും രണ്ടല്ല, ഒന്നാണ് എന്ന വലിയ സത്യം. ശബരിമലയിലേക്കുള്ള യാത്രയും ഒരനുഭവമാണ്. 41 ദിവസത്തെ കഠിന വ്രതമെടുത്ത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മാലിന്യങ്ങൾ നീക്കി വേണം യാത്ര തുടങ്ങാൻ. പരമ്പരാഗത പാതയിലൂടെ, അതായത് എരുമേലിൽ പേട്ട തുള്ളി, വാവര് പള്ളിയിൽ തൊഴുത്, അടുത്ത നദിയിൽ മുങ്ങി, കല്ലെടുത്ത് കല്ലിടാംകുന്നിലിട്ട്, കരിമലയും നീലിമലയും കയറി പമ്പയിലെത്തുമ്പോൾ ഭക്തൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് അതിരില്ല. കരിമല കയറ്റവും കടിഞ്ഞമൻ്റെ അപ്പ എന്ന ശരണം വിളിക്കുന്നത് വെറുതെയല്ല. പക്ഷേ പമ്പാ നദിയിൽ നിന്ന് ഒന്ന് മുങ്ങി നിവരുമ്പോൾ ആ ക്ഷീണമെല്ലാം പമ്പാ ഗണപതിയുടെ മുന്നിൽ അലിഞ്ഞു പോകും. പിന്നീട് നീലിമല കയറി ശരംകുത്തിയിൽ എത്തി 18-ാം പടിക്ക് താഴെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നിർവൃതി, ഇരുമുടിക്കെട്ട് തലയിലേറ്റി ശരണം വിളികളോടെ ഓരോ പടിയും ചവിട്ടി മുകളിലെത്തി ശ്രീകോവിലിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അവിടെ സ്വർണ്ണപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന അയ്യപ്പനെ കാണുമ്പോൾ, ആ കണ്ണുകളിലെ കാരുണ്യം കാണുമ്പോൾ അതുവരെ സഹിച്ച കഷ്ടപ്പാടുകളെല്ലാം ആനന്ദാശ്രുകളായി മാറും. മകരവിളക്ക് സമയത്ത് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി കാണാൻ കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് കണ്ണുകൾ വിശ്വാസത്തിൻ്റെ ശക്തി എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി നട അടയ്ക്കുമ്പോൾ സന്നിധാനത്ത് പരക്കുന്ന നിശബ്ദതയിലും ഒരു ദേവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ശബരിമല വെറുമൊരു ക്ഷേത്രമല്ല, അതൊരു സംസ്കാരമാണ്. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന, വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന, കാട്ടിനുള്ളിൽ ഭയം കൂടാതെ മനുഷ്യൻ ശരണവിളി നടക്കുന്ന അത്ഭുതം. ഓരോ തവണ മലയിറങ്ങുമ്പോഴും അടുത്ത വർഷം വീണ്ടും വരാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ഭക്തനും മടങ്ങുന്നത്. സ്വാമി ശരണം.